ഹായ് ഫ്രണ്ട്സ്, HSC ഫിസിക്കൽ സയൻസിൻ്റെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് പീരിയോഡിക് ലോസ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂലകങ്ങളുടെ ആദ്യകാല വർഗീകരണത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് അന്റോണിയോ ലാവോസിയ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം അന്നറിയപ്പെട്ട 30ഓളം മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും തരംതിരിച്ചു. ഉപലോഹങ്ങൾക്ക് സ്ഥാനം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് നമ്മൾ പഠിച്ചത് ഡൊബറൈനർ ട്രയാഡ്സിനെ കുറിച്ചാണ്. ഡൊബറൈനർ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സമാന ഗുണമുള്ള 3 മൂലകങ്ങളെ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. അതിൽ മധ്യത്തിൽ വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക ഭാരം മറ്റ് 2 മൂലകങ്ങളുടെ അറ്റോമിക ഭാരത്തിൻ്റെ ശരാശരിയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതാണ് ത്രിക നിയമം എന്നറിയപ്പെട്ടത്. പിന്നീട് നമ്മൾ പഠിച്ചത് ചാൻ കോർട്ടോയിസിൻ്റെ സിലിണ്ട്രിക്കൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ്. ശേഷം നമ്മൾ ന്യൂലാൻഡ്സിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സും പഠിച്ചു. എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് അഥവാ അഷ്ടക നിയമം? മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും 1ാമത്തെ മൂലകത്തിൻ്റെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെൻഡലേയേഫിൻ്റെ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ്. നമുക്കറിയാം, റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലേയേഫ് ആണ് പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിള് തയ്യാറാക്കിയത്. മെൻഡലേയേഫിൻ്റെ പീരിയോഡിക് ടേബിള് 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിച്ചു. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പീരിയോഡിക് നിയമം ആവിഷ്കരിക്കുകയും ചെയ്തു. എന്താണ് മെൻഡലേയേഫിൻ്റെ പീരിയോഡിക് നിയമം? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഇതാണ് മെൻഡലേയേഫിൻ്റെ പീരിയോഡിക് നിയമം. സോ ഈ പീരിയോഡിക് നിയമം അടിസ്ഥാനമാക്കി 1905 മെൻഡലേയേഫ് ഒരു പീരിയോഡിക് ടേബിള് ആവിഷ്കരിച്ചു. മെൻഡലേയേഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, പീരിയോഡിക് ടേബിൾ കുത്തനെയുള്ള കോളങ്ങളെയാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കും എന്ന് നമുക്ക് അറിയാം. പീരിയോഡിക് ടേബിളിലെ വിലങ്ങനെയുള്ള കോളങ്ങളെ പീരിയഡുകൾ എന്നാണ് പറയുന്നത്. മെൻഡലേയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ 7 പീരിയഡും 8 ഗ്രൂപ്പുകളുമാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് മെൻഡലേയേഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകളെ പറ്റിയും പരിമിതികളെ പറ്റിയുമാണ്. എന്തൊക്കെയാണ് മെൻഡലേയേഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ? 1ാമത്തെ പോയിന്റ്, സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇത് രസതന്ത്ര പഠനം എളുപ്പമാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില മൂലകങ്ങളുടെ അറ്റോമിക മാസ് തെറ്റാണെന്ന് കണ്ടെത്തുകയും അത് പുനർനിർണയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഉദാഹരണം, ബെറിലിയത്തിൻ്റെ അറ്റോമിക മാസ് 14 നിന്ന് 9 പുനർനിർണയിച്ചു. കൂടാതെ ഇദ്ദേഹം കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചുവിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഈ മൂലകങ്ങൾ കണ്ടെത്തുകയും അവയുടെ ഗുണങ്ങൾ
മെൻഡലേവ് പ്രവചിച്ചതിന് സമാനമായി വരുന്നതായും കണ്ടു. പ്രധാനമായും 3 മൂലകങ്ങൾക്കാണ് മെൻഡലേവ് സ്ഥാനം ഒഴിച്ചുവിട്ടത്. അവയെ മെൻഡലേവ് വിളിച്ചത് ഏക അലുമിനിയം, ഏക സിലിക്കൺ, ഏക ബോറോൺ എന്നിങ്ങനെയാണ്. പിൽക്കാലത്ത് ഈ മൂലകങ്ങളെ കണ്ടെത്തി. ഏക അലുമിനിയം പിന്നീട് അറിയപ്പെട്ടത് ഗാലിയം എന്നാണ്. ഏക സിലിക്കൺ ജർമേനിയം എന്നറിയപ്പെട്ടു. ഏക ബോറോൺ ആണ് സ്കാൻഡിയം ആയിട്ട് മാറിയത്. ഇനി നമുക്ക് നോക്കേണ്ടത് മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ പരിമിതി എന്ന് പറയുന്നത് ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളും ഉൾപ്പെടുത്തി. അടുത്തത് ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ ഒരു സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പമാണ് അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകിയത്. അടുത്ത ഒരു പരിമിതി എന്ന് പറയുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഐസോടോപ്പുകൾക്ക് സ്ഥാനം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ പരിമിതികളൊക്കെ മറികടന്നാണ് ഹെൻറി മൂസ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിക്കുന്നത്. 1913 ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ഹെൻറി മൂസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. ഇതിനെ അറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് അറ്റോമിക മാസിനെ അല്ല, മറിച്ച് അറ്റോമിക നമ്പറിനെയാണ്. തുടർന്ന് അദ്ദേഹം മെൻഡലേവിൻ്റെ പീരിയോഡിക് നിയമം പരിഷ്കരിക്കുകയും ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിക്കുകയും ചെയ്തു. എന്താണ് ആധുനിക പീരിയോഡിക് നിയമം? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഈ ആധുനിക പീരിയോഡിക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോസ്ലി മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിപ്പിക്കുകയും ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു. മെൻഡലേവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ എല്ലാ പരിമിതികളും മറികടക്കാൻ ആധുനിക പീരിയോഡിക് ടേബിളിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആധുനിക പീരിയോഡിക് ടേബിളിൽ 7 പീരിയഡും 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്. സോ ആധുനിക പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് പറയുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നു. 13ാം ഗ്രൂപ്പ് മൂലകമാണ് ബോറോൺ ഫാമിലി. 14 കാർബൺ ഫാമിലി. 15ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നൈട്രജൻ ഫാമിലി എന്നാണ് പറയുന്നത്. 16ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ഓക്സിജൻ ഫാമിലി എന്ന് പറയുന്നു. 17ാം ഗ്രൂപ്പാണ് ഹാലജനുകൾ. 18ാം ഗ്രൂപ്പാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. അങ്ങനെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 7 പീരിയഡും 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചും മൂലകങ്ങളുടെ ക്രമാവർത്തന പ്രവണതകളെക്കുറിച്ചുമാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.